10 വർഷം മുൻപ് മലപ്പുറം ജില്ലയിൽ കുട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയുണ്ട്. പയ്യനാട് വ്യവസായ എസ്റ്റേറ്റ്. വർഷങ്ങൾക്കിപ്പുറം പാതി വഴിയിൽ നിലച്ചുപോയ ഒരു കെട്ടിടം മാത്രമാണ് ഈ പദ്ധതി. നിർമ്മിച്ച കെട്ടിടത്തിന് ബലക്ഷയം കണ്ടെത്തിയതാണ് കാരണം. ചെലവഴിച്ച പണം വെള്ളത്തിലായില്ലേ എന്ന് ജനം ചോദിക്കുന്നു. ഇതാണ് ആ പണിതീരാത്ത കെട്ടിടം. വലിയ പ്രതീക്ഷയിൽ വന്ന പയ്യനാട്ടെ വ്യവസായ എസ്റ്റേറ്റ്. 10 വർഷമാകുന്നു, പണിയുമില്ല, ഇപ്പോൾ പദ്ധതിയുമില്ല. ഇതാ ഈ കെട്ടിടത്തിന് ചെലവഴിച്ച ലക്ഷങ്ങൾ വെള്ളത്തിലായതുപോലെ. ഒരു ബലക്ഷയം കണ്ടെത്തിയതായിരുന്നു ആദ്യം കാരണമായി പറഞ്ഞത്. പക്ഷേ പിന്നീട് എന്തു സംഭവിച്ചു? റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നതിന് സർക്കാർ ചിലവിൽ സ്ഥിരം വേദി ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. റബ്ബറിന്റെ പുതുതലമുറ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന 16 ചെറുകിട യൂണിറ്റുകൾ വിഭാവനം ചെയ്തു. 2012 UDF സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ടു. 2015 കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചു. 3 കോടി ചിലവിൽ 3000 ചതുരശ്ര അടിയിലാണ് കെട്ടിടം. സിഡ്കോയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല. അവർ കരാർ നൽകി. 2ാം നില പൂർത്തിയായതോടെ കെട്ടിടത്തിന് ബലക്ഷയം എന്ന പരാതി ഉയർന്നു. കോഴിക്കോട് NIT-യിൽ നിന്ന് സംഘം പരിശോധന നടത്തി. കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ വലിയ യന്ത്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി ഈ താഴത്തെ പില്ലറുകൾക്കില്ല എന്നുള്ളതായിരുന്നു NIT സാങ്കേതിക വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇതോടുകൂടി കരാറുകാരനോട് ഈ കെട്ടിടത്തിന്റെ ബലം കൂട്ടണമെന്ന് വ്യവസായ വകുപ്പ് ആവശ്യപ്പെടുകയും ചെയ്തു. അധിക ബാധ്യത വരുമെന്ന് ചൂണ്ടിക്കാട്ടി കരാറുകാരൻ പ്രവൃത്തിയെടുക്കാൻ തയ്യാറായില്ല. ഇതോടെ വ്യവസായ വകുപ്പ് തിരിച്ചും ഫണ്ട് കൈമാറിയില്ല. കരാറുകാരൻ കോടതിയെ സമീപിച്ചു. കേസ് ഇപ്പോഴും കോടതിയിൽ. കെട്ടിടമാകട്ടെ ഇതാ ഇങ്ങനെയും. അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ച് ഈ കെട്ടിടം പൂർണ്ണമാക്കി ഇവിടുത്തെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉടനെ തന്നെ അത് പൂർത്തിയാക്കി ഒരുപാട് തൊഴിലില്ലാത്ത ആളുകൾക്ക് ഒരു തൊഴിൽ കൂടി ആണ് എന്നുള്ളതാണ്. നൽകിയ ഡ്രോയിങ് അനുസരിച്ചുള്ള നിർമ്മാണം നടന്നിട്ടുണ്ടെന്നും മുടക്കിയ പണം ലഭിക്കണമെന്നും കരാറുകാരൻ വാദിക്കുന്നു. അപാകതകൾ പരിഹരിച്ചാലേ പണം നൽകാനാകൂവെന്ന് വ്യവസായ വകുപ്പും. ഈ തർക്കത്തിന് 10 വർഷങ്ങൾക്കിപ്പുറവും പരിഹാരമില്ല. ഈ പദ്ധതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹൈക്കോടതിയിലെ കേസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അധികൃതർ. അതുപോരാ, വ്യവസായ വകുപ്പിന്റെ കൃത്യമായ ഇടപെടലുണ്ടാകണം. പണി തുടങ്ങണം, ഇത് പ്രവർത്തിക്കണം. കാരണം 30ഓളം സംരംഭകർക്കും അനേകം തൊഴിലാളികൾക്കും ഉയർന്നു വരാനുള്ള ഒരു വഴിയാണ് ഇങ്ങനെ അടഞ്ഞ് കാടുമൂടി കിടക്കുന്നത്. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ.